വിയർസജിക്കെതിരെ തന്നെയല്ല, അവിടെയുള്ള അന്ന് സംഭവിച്ചത് 3 പേര് വേറെയുണ്ട്. അവർ മൂന്നും കൂടെ ആദ്യമേ തന്നെ രാവിലെ 10 മണി തൊട്ട് ആള് മെന്റലി സ്ട്രോക്കായിരുന്നു. അത് ആത്മഹത്യാ പ്രേരണക്കുറ്റം അതിനകത്ത് എഴുതിയേക്കുന്ന ആൾക്കാരാണ് മെയിനായിട്ട് അന്ന് നടന്നത്. അന്നത്തെയാണ് ഏറ്റവും വലിയ സ്ട്രോക്കായത്. പിന്നെ വിയർസജിയുടെ ഭീഷണി ഭയങ്കരമായിട്ട്. പറഞ്ഞിട്ടുണ്ട്. അത് ഡീറ്റെയിൽ ആയിട്ട് ഫോണിലുണ്ടല്ലോ, അതപ്പോൾ അവർക്ക് പരിശോധിക്കല്ലോ. സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളെന്ന് പറഞ്ഞാൽ അങ്ങനെ വലിയ സുഹൃത്ത് ബന്ധമല്ല, പരിചയം. സുഹൃത്തുക്കളെ പൂർണ്ണമായിട്ട് സുഹൃത്തുക്കളാന്ന് പറയാൻ പറ്റില്ല. കാണുമ്പോൾ തിരിക്കും, ഇതിലെ വന്നങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. കടയുടെ വിയർസജി ഉണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. ബോർഡ് മെമ്പേഴ്സ് എല്ലാം കൂടെ പല പ്രാവശ്യം ഞങ്ങളോട് മീറ്റിംഗ് വെച്ചാണ് ഇങ്ങനെ പല പ്രാവശ്യവും അടുക്കളായി തരാമെന്ന് പറഞ്ഞത്. അതും ഭയങ്കരമായിട്ട് പലതവണ ചെന്ന് പലതവണ ബഹളം ഉണ്ടാക്കിയാണ് ഞങ്ങൾക്ക് കുറേശ്ശെ തന്നുകൊണ്ടിരുന്നത്. സത്യസന്ധമായിട്ട് ഞങ്ങൾക്ക് പൈസ തന്നേക്കുന്നത് ആകെ ഒരു പ്രാവശ്യം മാത്രം തന്നിട്ടുണ്ട്. ചോദിക്കാതെയല്ല, ആ പറഞ്ഞ സമയത്ത്. മാസത്തവണകളെന്ന് പറഞ്ഞു കഴിഞ്ഞേക്കുന്നത് അത് എപ്പോഴും ഞങ്ങളായിട്ട് നടത്തിക്കുകയാണ്. മണിക്കൂറുകൾ നിൽക്കേണ്ട ഒരവസ്ഥയിലോട്ട് ഞങ്ങൾ വന്നായിരുന്നു. ഞങ്ങൾക്ക് വല്ലാത്ത സാഹചര്യത്തിലാണ് ഞങ്ങൾ വീട്ടിൽ കഴിയുന്നത്. അത് ഞങ്ങൾക്ക് പറ്റാത്ത സാഹചര്യമായി. 1.5 വർഷമായിട്ട് ഇങ്ങനെ കിടന്ന് ഇതിനു വേണ്ടി തന്നെ പുറകെ നടക്കാന്ന് പറയുമ്പോൾ നമുക്ക് പ്രായമായ കാരണവന്മാരുണ്ട്. അവർ കിടന്ന കിടപ്പിലുള്ള അവസ്ഥയാണ്. നമുക്കങ്ങനെ പോയി കടയടച്ചേച്ചാണ് പോകുന്നത്. ഒരു ചെറിയ കടയുണ്ട്, ആ കടയടച്ചേച്ചാണ് ആദ്യം ഞാൻ പോകും. ഞാൻ പിന്നെയും കുറച്ചുകൂടെ പിടിച്ചു നിൽക്കുന്നയാളാണ്. ഞാൻ പോയി കഴിഞ്ഞ് നിവൃത്തിയില്ലാതെ വരുമ്പോഴാണ് സാവുവിനെ വിളിക്കുന്നത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ച് ബഹളം വെച്ച് കഴിയുമ്പോഴാണ് നമുക്ക് പൈസ തരാനുള്ള. അത് വൈകുന്നേരം വാ, അല്ലെ 3 മണി കഴിഞ്ഞ് വാ. 3 കഴിഞ്ഞ് വന്ന് കഴിയുമ്പോൾ 5 വരെ നിർത്തും. അങ്ങനെയുള്ള പരിപാടിയാണ്. യെസ്, തള്ളിന്ന് പറഞ്ഞു. പോടാവില്ലെന്നും പറഞ്ഞ് തള്ളിന്ന് പറഞ്ഞു. തള്ളിക്കഴിഞ്ഞ് അവരെല്ലാവരും കൂടെ പെട്ടെന്ന്, അതായത് സെക്രട്ടറി ഉണ്ടായിരുന്നു, റെജി ഉണ്ടായിരുന്നു, സുജ ഉണ്ടായിരുന്നു, അവരെല്ലാവരും ഒരിക്കലും ഇല്ലാത്ത ഒരു പെരുമാറ്റം എന്ന് പറഞ്ഞാൽ സെക്രട്ടറി പറഞ്ഞു എൻ്റെ അടുത്തല്ലേ കാശിട്ട് എൻ്റെ അടുത്ത് വരാൻ പറഞ്ഞു ചോദിക്കാൻ. അങ്ങനെ ഭയങ്കര ബഹളമായിരുന്നു. അത് രാവിലെ ഭയങ്കര ഡിപ്രസ്ഡായിരുന്ന ആള് ഈ പ്രശ്നം എല്ലാം കഴിഞ്ഞപ്പോൾ. അവരെന്നേരം ഭയങ്കര തിരക്ക്, വണ്ടിയിൽ കേക്ക് കയറ്റുന്നു, ആൾക്കാർക്ക് കലണ്ടർ കൊടുക്കണം, അതിനുള്ള തിരക്ക്. അപ്പോൾ സാവു എന്നോട് വന്ന് പറഞ്ഞു, പൈസ ഇല്ലാഞ്ഞിട്ടല്ല നമുക്ക് തരാത്തത്, നമുക്ക് തരാതിരിക്കാനാണ് ഒരു മാക്സിമം നോക്കുന്നത്. ഭയങ്കര സൗമ്യരാണ്. ഞങ്ങൾ 1.5 വർഷം കൊണ്ട് അനുഭവിച്ച സൗമ്യതയൊക്കെ ഞങ്ങൾ കണ്ടതാണ്. മാല കിട്ടി. മാല സാവു പെട്ടിക്കകത്ത് തേച്ച തുണിയുടെ കൂടെ ഉണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ചിന് കേസ് കൊടുക്കാനുള്ള ഇതുണ്ട്. പക്ഷെ എൻ്റെ സാഹചര്യം ഇപ്പം ഞാൻ ഓപ്പറേഷൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഒരു 2 മാസം റെസ്റ്റ് വേണം. റെസ്റ്റ് കഴിഞ്ഞിട്ടൊക്കെ അപ്പം നമ്മൾ കയറി ഇറങ്ങി നടക്കാനുള്ള ഒരവസ്ഥ ഇല്ലിപ്പം. ഇപ്പം അന്വേഷണ സംഘം അന്വേഷിക്കട്ടെ, അതാണ് ഞങ്ങളുടെ ആവശ്യം. വേറെ ഒരു തരത്തിലും അങ്ങനെ പരാതി തരാൻ ഇപ്പോൾ അതിന് പുറകെ നടക്കാനായിട്ടുള്ള ഒരു സാഹചര്യം എനിക്കില്ല. ഇപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. പോരാട്ടം തുടരും 100%. നീതി, പൈസ കിട്ടണം, നീതി ലഭിക്കണം, കുറ്റക്കാരെ ശിക്ഷിക്കണം. നമ്മൾ അന്നത്തെ പ്രശ്നമാണ് ഏറ്റവും വലിയ പ്രശ്നം. കട്ടപ്പനയിൽ ആത്മഹത്യ ചെയ്ത സാബുവിൻ്റെ ഭാര്യ മേരിക്കുട്ടി സംസാരിക്കുന്ന മാധ്യമങ്ങളോട് പറയുകയായിരുന്നു, ക്രൈംബ്രാഞ്ച് അന്വേഷണം വേണം, മാത്രമല്ല അവർക്ക് നീതി കിട്ടണം, സാബുവിനും നീതി കിട്ടണം, കുറ്റവാളികളെ ശിക്ഷിക്കണം, നിയമത്തിൻ്റെ വഴിയിലേക്ക് അവരെ പിടിച്ചു നടത്തണം എന്നുകൂടി പറയുന്നു. മാത്രവുമല്ല ആത്മഹത്യ പ്രേരണാകുറ്റം ചുമത്തി കേസ് എടുക്കണമെന്ന് കൂടി മേരിക്കുട്ടി പറഞ്ഞു വയ്ക്കുന്നു. കാരണം ഇവരുണ്ടാക്കിയ മാനസിക വിഷമത്തിൽ തന്നെയാണ് ഇദ്ദേഹം മരണത്തിലേക്ക് കടന്നുപോയത് എന്ന് വിശ്വസിക്കുകയാണ് ഭാര്യ മേരിക്കുട്ടി.